so sorry. സാരല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. ആ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കൊള്ളാലോ. But I'm so sorry. ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാലോ. ഇത് റെഡ് അല്ല കൊച്ചേ, എന്റെ ബ്ലഡാ. ചേട്ടത്തിയുടെ മനസ്സിൽ ചേട്ടൻ കേറി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ചേട്ടത്തിയുടെ വീട്ടിൽ നമ്മളെല്ലാവരും കേറി കൂടണം. അതിന് ദൈവം തന്നെ വഴി കാണിച്ചു തരണം. ദൈവം വന്ന് വഴി കാണിച്ച്. എടാ, ദൈവം വഴി കാണിച്ചടാ. കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ പോക? നിന്റെ ചേട്ടന് വളച്ചു കൊടുക്കുന്നതിന് മുൻപ് ഇവൻ ഞോണ്ടി ഡ്യൂവൽസ് ആക്കുന്നാ തോന്നുന്നേ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നമസ്കാരം. നമസ്കാരം. പറയൂ. ചോദിക്കുന്ന കേട്ടില്ലേ? വീണ്ടും പറയാൻ നമസ്കാരം. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവരാ. അതിന് നീ ജയനൊന്നും ആകണ്ട. ഇതെന്താ ശരപഞ്ചരമോ? ഓടാ ഓടാ. ഞങ്ങള് വിനായകന്റെ അനിയന്മാരാ. ഈ പ്രതിമ ഒന്ന് മിനുക്ക് പണി ചെയ്യും. ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ക്ഷേത്രശില്പങ്ങളെ ചെയ്യാറുള്ളൂ. ഇതൊന്നും പറ്റില്ല. വേറെ ആരെങ്കിലും നോക്കൂ. പഴയ സാധനങ്ങൾക്ക് പൊടി തൂക്കുന്ന ഇവൾക്ക് ഇത്രയും പോകാനല്ലേ പറഞ്ഞു? ചൂടാവരുത്. ക്ഷേത്രാണെങ്കിലും വീടാണെങ്കിലും ശില്പം ശില്പവും ദൈവവും ദൈവവും അല്ലേ. ഞാൻ മിനിക്ക് തരാം. നിങ്ങൾ അകത്തേക്ക് വാ. ഇപ്പൊ സമയം 6. അയ്യോ, ഇതെങ്ങനെ വാച്ച് പോലും നോക്കാതെ ആകാശം നോക്കി സമയം പറയുന്നത്? അവൻ ആകാശത്ത് നോക്കിയല്ല പറഞ്ഞത്, ഞങ്ങളുടെ ചേട്ടനെ കണ്ട് പറഞ്ഞതാ. ചേട്ടനോ? രാത്രി എന്ത് പണ്ടാരാടാ നീ എനിക്ക് ഒഴിച്ചു തന്നെ. എന്ത് ചെയ്തിട്ട് ഈ മത്ത ഇറങ്ങുന്നില്ലല്ലോടാ. തല നിവർത്തിയിരുന്നേ. സൂര്യൻ നേരെ ഉച്ചയിലടിച്ചാ ഇന്നലത്തെ കെട്ടങ്ങ് മാറും. അവിടെ എന്താ ചെയ്യുന്നേ? ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. ചുമ്മാ 6 ചക്രവും ഒരു നിലയിലാക്കി ചേട്ടന്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട്. 7 ചക്രം അല്ലേ? 6 ചക്രം എന്ന് പറയുന്നു. ഒരു ചക്രം പഞ്ചറൊട്ടിക്കാൻ കൊടുത്തിരിക്കുക. എത്ര നേരം ഇരുന്ന് ചെയ്യും? രാത്രി എത്ര റൗണ്ട് പോകുന്നോ അത്ര നേരം വരെ ചെയ്യും. മനസ്സിലായില്ല. റൗണ്ടോ? അതല്ലെന്നേ, ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കൂലേ, അതാണ് ഇയാൾ ഉദ്ദേശിച്ചത്. രാത്രി എത്ര റൗണ്ടാടാ പോയത്? 9. അപ്പൊ എന്തായാലും 9 മണിയാകും. നൈസ് ക്വാളിറ്റി. അയ്യോ, ശബ്ദം ഉണ്ടാക്കാതെ. എന്താ? ധ്യാനം ചെയ്യുന്ന ആളെ ശല്യപ്പെടുത്തരുത്. എടാ വാടാ പോകാം. വർക്കൗട്ട് ആകുന്നുണ്ട്. അല്ല, ഇവിടെന്താ ചെയ്യുന്നേ? ശില്പം റെഡിയായോ നോക്കാൻ വേണ്ടിയാ ഞങ്ങള് വന്നത്. ശില്പം തന്നിട്ട് 4 മണിക്കൂറല്ലേ ആയുള്ളൂ. എന്താ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്തിനാ ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നേ? മാഡം, വൈകുന്നേരം 6 മണിക്ക് റോഡിലേക്കൊന്ന് വരാമോ? എന്തിനാ? ലോറി ഒന്ന് തൂത്തു തുടയ്ക്കാനാ. സമയം 12 ആയല്ലോ. ഇപ്പോഴും വാച്ച് നോക്കാതെ സമയം പറയുന്നല്ലോ. എങ്ങനാ? ഞങ്ങളുടെ ചേട്ടൻ ബേർഡ്സുമായിട്ട് സംസാരിക്കുന്ന സമയമാ. ഷാർപ്പ് 12 o'clock. ദാ അങ്ങോട്ട് നോക്ക്. എടാ, ഇവനൊരു 3 കിലോ കാണും. പിന്നെ ഇതിന്ന് കുറച്ച് വറക്കാനും ബാക്കിയുള്ളത് ചാറും വെക്കാം. കോഴിയോട് എന്താണാവോ പറയുന്നത്? ഈ ലോകമെല്ലാം പാപികളാൽ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു പറക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഫാക്ട് പുറം നാട്ടിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾ പോലും പാലക്കാട് പോകണമെങ്കിൽ ചേട്ടനോടാണ് അഡ്രസ് ചോദിക്കുന്നത്. ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം ടേസ്റ്റോ? എക്സലന്റ്. ഇതിന് വേണ്ടടാ. ശരി ചേട്ടാ. തൂക്കം പോരാ. അതിനിങ്ങനെ ഇവൻ ബിരിയാണിക്ക് കൊള്ളാം. ആയിക്കോട്ടെ. എന്താ ഒരാടിനെ താഴെ നിർത്തിയിട്ട് വേറൊരെണ്ണത്തിന് എടുക്കുന്നത്? ഒരു ആടിനെ പൊക്കിയിട്ട് വേറൊരു ആടിനെ പൊക്കിയില്ലെങ്കിൽ ആ ആടിന് വിഷമമാകില്ലേ മാഡം? നിങ്ങൾ എക്സലന്റ് പറയാൻ മറന്നുപോയി. എക്സലന്റ്. മന്ദബുദ്ധിയാണോ? ചേട്ടന്റെ കോഴിയാ. പിന്നെന്താ ബീരാന്റെ കോഴി എന്നാണോ പറഞ്ഞത്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. അതെ, ഒന്നിങ്ങോട്ട് വരുവോ? നിങ്ങളോടാ പറഞ്ഞേ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞതെന്ന്. നീ ഇങ്ങനെ പറഞ്ഞാ കേൾക്കാതിരുന്നാൽ എങ്ങനാ? ബാഡ് ബേർഡ്. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗാ. നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈ തന്നെ കൊടുത്തേക്കാം. അയ്യോ, നിനക്ക് നല്ലത് പറഞ്ഞാ
അതിഷ്ടപ്പെട്ടില്ല അല്ലേ? ഇത് അവസാനത്തെ താക്കിയതാ. ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ മതിൽ ചാടില്ല. ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എന്തും കേൾക്കും. അനുസരിച്ചോളും. സൂക്ഷിച്ചേ. എന്താ ചേട്ടാ ചേട്ടന്റെ മുഖത്തൊരു വല്ലായ്മ? വേറൊന്നുമല്ല, ആ പെങ്കൊച്ചിനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കോഴിയോടൊക്കെ വർത്താനം പറയുന്നല്ലോ. വല്ല പ്രാന്തും കാണും. കഷ്ടം. നമ്മുടെ ഓപ്പറേഷൻ പ്രകാരം ചേട്ടത്തിന്റെ മനസ്സിൽ ചേട്ടൻ സ്ട്രോങ് ആയി ഇരിപ്പുണ്ട്. എന്നാൽ ചേട്ടന്റെ മനസ്സിൽ ചേട്ടത്തി ലൂസ് കേസ് ആയാലോടാ. വക്കീൽ അത് എന്താടാ പറയുന്നേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എടുത്തോ മാഡം, കിലോ 10 രൂപയുള്ളൂ. എടാ കാട്ടുമാക്കാനെ, ആ നിൽക്കുന്ന അപ്സരസിനൊന്നും ദേഷ്യം പിടിപ്പിക്കുമ്പോ മാഡം എന്താടാ? എന്ത് പറ്റി? അവിടെ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടു ചേട്ടാ. അടുത്തു പോയി നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ കയ്യെ പിടിച്ചിട്ട് വാന്നും പറഞ്ഞ എന്നെ കൊണ്ടുപോയി. അപ്പൊ ഇടിയപ്പോ എല്ലാം വാങ്ങിച്ചു തന്നിട്ട് അടിച്ചിടിച്ച് എന്നെ നടു ഓടിച്ചു ചേട്ടാ. എക്സലന്റ്, സൂപ്പർ, അമേസിംഗ്. ഈ ഒറ്റപ്പാലത്ത് ചേട്ടനെ പോലെ ചോറ് കൊടുത്തൊരു പെണ്ണ് അടിക്കുന്നോ? ആരാടാ ചേട്ടന് മാച്ച് ആകുന്ന ആ ചേട്ടത്തി? വേഗം പറയടാ. നിക്കുന്നു ചേട്ടാ, ഗോപിക ദേവി അല്ലത്? ആ വർക്കൗട്ട് ആകുന്നുണ്ട്. ഇന്നെന്തെങ്കിലും നടക്കുന്ന തോന്നുന്നേ. ഇന്നും നിനക്ക് ഇടി ഉറപ്പാ. എന്താ? അങ്ങോട്ട് നോക്ക്. വരാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ടടാ. ഗോപികാദേവി, നിങ്ങളെ കണ്ടിട്ട് അന്തസ്സുണ്ട്, അഭിമാനം തോന്നുക. അല്ലേടാ? എന്റെ ആശംസകൾ. അയാൾ എന്തിനാ എന്നെ കണ്ട് വളരെ അന്തസ്സും അഭിമാനവും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോയത്? മാഡം, ഈ കാണുന്ന തക്കാളിക്കൂട്ടത്തിൽ നിറയെ ചീഞ്ഞ തക്കാളി ഉണ്ട്. പക്ഷെ നിങ്ങൾ പെറുക്കിയിട്ട് ആ ബാസ്ക്കറ്റിനകത്ത് ഒരു ചീഞ്ഞ തക്കാളി പോലും ഇല്ല. നിങ്ങളൊരു നല്ല കുടുംബത്തിലെ പെറുക്കിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നത്. മതി ചേട്ടാ അഭിനന്ദിച്ചത്, മതി. ഒന്ന് പോ. വരണം. അല്ല, വീട്ടില് ദീപം വെച്ചില്ലേ? വെക്കണം. ലോറി ഡ്രൈവർ തീപ്പെട്ടി എടുത്തോണ്ട് പോയി. അതിനാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വിളക്കില്ല. ആ വിളക്കുണ്ടായിരുന്നെങ്കിൽ ഉമ്മാരെ അങ്ങോട്ട് കത്തിച്ചാനെ. ഒന്ന് മാറ്. വാ പോയിക്കോളൂ. നേരെ വീട്ടിലേക്ക് കയറി വന്ന് ദീപം തെളിച്ചോണ്ടിരിക്കുന്ന ഈ ദേവതയെ ചേട്ടൻ കണ്ടാൽ ഒന്ന് പതുക്കെ നിർത്തടാ. ചേട്ടൻ വന്നല്ലോ. ഞാൻ പറഞ്ഞതല്ലേടാ, ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോടാ. വാ മോനെ വാ. ഈ ദേവതയുടെ സൗന്ദര്യം കണ്ട് അടി തെറ്റി വീട്. എന്താണ് ദേവതയെ കാണും മുൻപ് അടിതെറ്റി വീണത്? എന്തിനാ വിനായക കുടിക്കുന്നേ? അയ്യോ, ചേട്ടൻ നല്ല ഫിറ്റ് ആണല്ലോ. ആരെ നോക്കുന്നേ? അടുത്തുണ്ടായിരുന്ന ദൈവത്തിനെ കാണുന്നില്ലടാ. അതെ, ഒന്നിങ്ങോട്ട് വരുവോ? അറിയാ മനോഹര, ചേട്ടാ പുറകിലോട്ട് പോടാ പിശാചേ. ഈ സ്റ്റെപ്പ് എന്താടാ അങ്ങനെ തെന്നുന്നേ? കുടിച്ചിട്ട് ഉരുണ്ട് വന്നിട്ട് തറ തെന്നുവാണെന്ന് പറയുന്നല്ലേ? എനിക്കിവിടെ ദീപം വെക്കണം. എന്നെ ഒന്ന് സഹായിക്കോ? ആ ട്യൂബിലേറ്റ് ഇട്ടോളൂ, നല്ല വെട്ടം കിട്ടും. നിന്റെ ചേട്ടൻ കറണ്ട് കണ്ടുപിടിച്ചതുപോലെയാണോടാ സംസാരിക്കുന്നത്? ഇന്ന് വിശേഷപ്പെട്ട ദിവസമല്ലേ? ഇവിടെ വിളക്ക് വെച്ചാ നല്ല കാര്യങ്ങളെ നടക്കൂ. നേരാണോ? വരൂ ഗോപു. ദേവി, ഞാൻ സഹായിക്കാം. വർക്കൗട്ട് ആകുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ? വീട് മുഴുവനും പ്രകാശം പരന്നിരിക്കുക. ആള് കൊള്ളാലോ. ഞാൻ വരട്ടെ. ആ, എന്റെ പൊന്നു മോനെ.
ചേട്ടന്റെ നേതൃത്വത്തിൽ സംഘം നന്നായിട്ട് വരട്ടെ. മോൻ ഇതൊന്ന് ഏറ്റെടുത്ത എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. സത്യം കണ്ടില്ലേ? ഹലോ, എന്താ അനിയ, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പദവി നീ പിടിച്ചെടുത്തല്ലേ? നിന്റെ ജീവിതത്തിൽ നിനക്കേറ്റവും വലുതായ നിന്റെ അനിയന്മാരെ ഞാൻ തീർക്കാൻ പോവാടാ. ചാകാനുള്ള പേടി കൊണ്ട് ജീവനും കൊണ്ട് ഓടുവാണ് അവന്മാര്. ഇനി നീ അവന്മാരെ കാണില്ലടാ. നോക്കടാ, വേഗം ഓർഡർ ആക്കിയോ. ഇവിടെ നിൽക്കരുത്. അയ്യോ, എന്താടാ പറഞ്ഞു വെച്ചതുപോലെ 4 പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നേ? ഒരുമിച്ച് കൂടിയത് 4 പേരല്ല, 5 പേര്. എന്താ? ആരടാ 5ാമത്തെ ആള്? ആരായിരിക്കും 5ാമത്തെ ആള്? അങ്ങോട്ട് നോക്ക്. നിന്റെ അനിയന്മാര് ഒരുമിച്ച് പോകുന്നിടത്തേക്ക് കൂട്ടിന് പോകാൻ വന്നിരിക്കുകയാണോ നീ? ഇന്നത്തോടെ ഈ നാട്ടിലെ വിനായകം ബ്രദേഴ്സിന്റെ കഥ തീർന്നടാ. ഇത്രയും വലിയ കൊമ്പമ്മേശ വെച്ചിട്ട് നീ അവിടെ നിന്ന് വെല്ലുവിളിക്കാതിരുന്ന കാണാൻ മോശം. വെല്ലുവിളിച്ചതൊക്കെ ഗംഭീരം. പക്ഷെ നീയാണ് അവരെ വിരട്ടി ഓടിച്ചോണ്ട് വന്നെന്ന് വിചാരിക്കുന്നില്ലേ? അതാണ് തെറ്റ്. ഇവന്മാര് 4 പേരും കൂടിയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്താടാ തിന്നതൊക്കെ നിന്റെ താടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? രക്തവാ ചേട്ടാ, അടിച്ചതാ ഇവന്മാര്. അടിച്ചെന്നോ? ചന്തിയിലെ തൊലി ഉരിയുന്ന കണ്ട മോനെ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാനൊന്ന് അടിച്ചോട്ടെ. നീ നല്ലോണം അടിക്കുവോ? ഞാൻ അടിക്കും ചേട്ടാ. അടിക്കടാ. കൈ മടക്കി ഇവന്റെ മണ്ടയിൽ അടിച്ചാൽ നിന്റെ കൈ വേദനിക്കും. 1 ഇഞ്ച് താഴ്ത്തി അടിക്കടാ. ഇത് കൊള്ളാം. എങ്ങനെയുണ്ട് ചേട്ടാ? നീ എന്റെ അനിയൻ തന്നെ. ചേട്ടാ ഞങ്ങളും. ഒരേ സ്ഥലത്ത് ചറപറാന്നടിച്ച് തകർക്കാതെ അവന്റെ മൂക്കിന്റെ പാലം അടിച്ച് തകർക്കടാ. മൂക്കിന്ന് ചോര വരുന്ന കാണുമ്പോ ഇവൻ തന്നെത്താൻ മയങ്ങി വീണോളൂ. ചേട്ടാ വീഴുന്നില്ലല്ലോ. 1 2 3. ഇങ്ങോട്ട് മോനെ, അവനെ അടിക്കല്ലേ. എന്താ ചേട്ടാ? ശത്രുവാണെങ്കിൽ പോലും ഇവന്റെ മുതുകിൽ കുത്തലടാ. ആഞ്ഞ് നെഞ്ചിലടിക്കടാ. അനിയ, കൈ പൊക്കി പെടലി പിടിച്ച് കാല് പിണച്ച് നിരത്തടിക്കണോ മോനെ. അങ്ങനെ തന്നെ വെട്ടടാ അവനെ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മോനെ. എങ്ങോട്ടാടാ? വാടാ ഇങ്ങോട്ട്, വാടാ. ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാം. അതെല്ലാം മെനക്കെടാന്നേ. ട്രെയിൻ പാളത്തി എടുത്തിട്ടാലേ പീസ് ആയിക്കോളും. ഞാനൊന്ന് മൂളിയാ മതി, ഈ 4 പേരും കൂടെ നിന്നെ ഉഴുതു കളയും. ഇനി നീ ഇതേ സ്ഥലത്ത് വന്നാലുണ്ടല്ലോ, എന്തിനാ ഇവിടെ വന്നേന്ന് ആലോചിക്കില്ല, എന്തിനാ ജനിച്ചെന്ന് നീ ആലോചിക്കും. മുത്തേ നീയാരോ?
ബൊമ്മ കുട്ടി നീ ആരോ? എടാടാ, ഇങ്ങോട്ട് വന്നേ. എന്താടാ എലി പുന്നല് കാണുമ്പോൾ സന്തോഷിക്കുന്ന പോലെ മുഖത്തെന്താടാ ഇത്ര സന്തോഷം? ചേട്ടാ, ഈ ഐസ്ക്രീം പോലുള്ള പെണ്ണിനും എനിക്ക് കല്യാണമാ. ഇതുപോലെ തന്നെ നിന്റെ ഫോട്ടോയും പെണ്ണിന്റെ വീട്ടുകാർ ചോദിച്ചു കാണുമല്ലോ. ആരുടെ ഫോട്ടോയാ കൊടുത്തേ? ചുമ്മാ കളിയാക്കാതെ ചേട്ടാ. നിന്റെ മുഖം കാണിക്കാതെ ക്ലോസറ്റ് പോലെ ഉണ്ട്. എന്തിനാടാ മനോഹരനെ കളിയാക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, ഇവന്റെ കല്യാണം അത്ര. അതെ ഏട്ടാ, പെണ്ണ് നല്ല സുന്ദരിയാ, നോക്ക്. ആണോടാ? ബായ്, എനിക്കൊരു ചായ, മനോഹരൻ ഒരു ഗ്ലാസ് പാലും. നടക്ക് നടക്ക് നടക്ക്, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. വാ. ഇരിക്കടാ, നീ ഇരിക്ക്. ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. കല്യാണമല്ലേ? അതെ ചേട്ടാ. കല്യാണം ഒന്ന് കേട്ടപ്പോ എന്റെ മുഖം അങ്ങ് തെളിഞ്ഞല്ലേ ചേട്ടാ. മനോഹര, കല്യാണം അടുക്കുമ്പോ മുഖം തന്നെ ബ്രൈറ്റ് ആയിരിക്കൂടാ. കല്യാണം കഴിക്കാതിരുന്നാലോ ജീവിതമേ ബ്രൈറ്റ് ആയിരിക്കൂടാ. ജീവിത അവസാനം വരെ നിന്റെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കില്ല. 30 വർഷം കഴിഞ്ഞ 5 കിളവന്മാരുടെ അന്ത്യശ്വാസമേ കേൾക്കൂ. ചേട്ടാ, ചേട്ടന്റെ വീട്ടിലൊരു പെണ്ണ് വന്നാ നിങ്ങൾ 5 പേരെയും പിരിക്കുമെന്ന് വിചാരിച്ചല്ലേ ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? എനിക്കാണെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും ഇല്ലല്ലോ. എനിക്കെന്താ കല്യാണം കഴിക്കാൻ പറ്റാത്തെ? Note this point, Your Honor. നല്ല ചോദ്യം. അച്ഛനും അമ്മയും വീട്ടിലില്ലേ? ഉണ്ടല്ലോ. വേർപെടുത്തി കളയോടാ. ഞാൻ ഷോർട്ടായിട്ട് പറയാം, ഷാർപ്പായിട്ട് കേൾക്കണം. ഇപ്പൊ നീ തനിച്ചാണ്. ഈ പെണ്ണും നിന്നെ പോലെ തന്നെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാ നീ അവൾക്കായി മാറണം, അവള് നിനക്കായിട്ട് മാറണം. അവസാനം 2 പേരും 2 വഴിക്കാകും. ഈ പാല് കുടിച്ചിട്ട് നന്നായി ആലോചിക്കേ. പോ 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 പോ. എന്റെ ദൈവമേ. അല്ലെങ്കിൽ തന്നെ ഇവന്റെ മുഖം ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാടാ ഈ ഷോക്ക് റിയാക്ഷൻ? Objection, my lord. Objection of contribution of this case of unbelievable. എന്തിനാടാ കിടന്ന് ചിലക്കുന്നേ? നമ്മളെ വീടിന്റെ അടുത്തുള്ള ആ ഗോപികദേവി ഇല്ലേ? ഗോപികദേവി? ആ പെണ്ണ് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ചേട്ടാ. ആരാ പറഞ്ഞത്? അങ്ങനെ ഇവരാ. അതെ ചേട്ടാ, അന്ന് അവര് നമ്മുടെ വീട്ടിൽ തെളിയിച്ചത് കാർത്തിക ദീപം അല്ല ചേട്ടാ, പ്രണയ ദീപം. എന്തിനേറെ പറയുന്നു, ആ പെണ്ണ് ഓരോ ദിവസവും, ഓരോ നിമിഷവും, അതെ ഓരോ സെക്കൻഡും ചേട്ടനെ വിചാരിച്ചാണ് ആ ശില്പം റെഡിയാക്കുന്നത്. ആ പെണ്ണിനോട് എന്ത് മറുപടിയാണ് ചേട്ടാ പറയാൻ പോകുന്നത്? ആ കുട്ടിയെ നേരിൽ കണ്ട് അതിന്റെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ ഇതൊന്നും ഒരിക്കലും ശരിയാവില്ലെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. എടാ, ചേട്ടന്റെ വിക്കറ്റ് അല്ലേ പോയുള്ളൂ. ചേട്ടത്തിന്റെ വിക്കറ്റ് ഉണ്ടല്ലോ. പറയുന്നത് കേൾക്കടാ, ഒന്ന് കേൾക്ക്. വരൂ വരൂ, ഒന്ന് നിക്കണേ, കണ്ണൊന്ന് തുറന്നോട്ടെ. നിങ്ങൾ കണ്ണു തുറക്കേണ്ട സമയമല്ല ഇത്, മനസ്സ് തുറക്കേണ്ട സമയമാണ്. എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ ചേട്ടൻ വിനായകനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല മനുഷ്യൻ, ഹാൻസം, എല്ലാം കൊണ്ട് നല്ല മിടുക്കനാണ്. ഇതിൽ കൂടുതൽ അവരെന്താ കറി വേണം പോണോ? മതി 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 എന്ന് പറയാൻ. നിങ്ങൾ ചേട്ടനെ കുറിച്ച് കുറച്ചും കൂടെ പറ. ഇനി എന്താ പറയണ്ടേ? ഇനി എത്ര ദിവസം ഈ പ്രേമൊക്കെ മറച്ചു വെച്ച് നടക്കാൻ പോകുന്നേ? പ്രേമോ? ഞാനോ? ഞാൻ നിങ്ങളുടെ ചേട്ടനെ പ്രേമിച്ചില്ലല്ലോ. ഈ ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാൻ തരടാ നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ്. ഒന്ന് ലൂസാക്കിക്കേ. നിങ്ങളല്ല പ്രേമിക്കുന്നത്, ഇവരുടെ ചേട്ടനാ പ്രേമിക്കുന്നത്. വർക്കൗട്ട് ആകുന്നുണ്ടാടാ. ഇതെന്താ ചേട്ടനെ പോലെ നടക്കുന്നത്? ചേട്ടനെ പോലെ സംസാരിക്കാനും തുടങ്ങും. ഞാൻ തന്നെ നിങ്ങളുടെ ചേട്ടനെ നേരിക്കണ്ട് ചേട്ടന് വിഷമം തോന്നാത്ത വിധം ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ചേച്ചി, വിനായക ചേട്ടന് ചേച്ചിയോട് എന്തോ പറയാനുണ്ട്. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് ഡാമിനടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ 8 മണിക്ക് തന്നെ വരാന്ന് പറയും.